ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് ആയിരിക്കാൻ വീണ്ടും ദൈവം തരുന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫെസ്യർ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 15 വരെയുള്ള വാക്യങ്ങളാണ് പഠിച്ചത്. 16-ാമത്തെ വാക്യം നമ്മളൊന്ന് തൊട്ടു എങ്കിലും നമ്മൾ ഇന്ന് 16-ാമത്തെ വാക്യം മുതലാണ് പഠിക്കാൻ പോകുന്നത്. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടത് ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട് അവനുള്ള വിശ്വാസം നമുക്ക് ദൈവത്തിങ്കലേക്ക് പ്രവേശനമുണ്ട് എന്ന് പറഞ്ഞു. നാം പഠിച്ചു കാൽവറിയിലെ പൂർണ്ണമാക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് ദൈവത്തിങ്കലേക്ക് പ്രവേശനം കിട്ടിയത്. കാരണം നാം ദൈവത്തോട് സമാധാനമില്ലാത്തവരായിരുന്നു. ക്രിസ്തു ഇരുപക്ഷത്തെയും തന്നോട് ഒരുമിച്ച് അല്ലെ ക്രിസ്തു ദൈവത്തോട് ഒരുമിപ്പാനായിട്ട് കാരണമാണ്. ക്രിസ്തു ക്രൂശിന്മേൽ വെച്ച് സമാധാനം ഉണ്ടാക്കി. അങ്ങനെയാണ് നാം ദൈവത്തിങ്കലേക്ക് പ്രവേശനം കിട്ടിയത്. അതുകൊണ്ട് ഏത് സമയത്ത് നമുക്ക് പിതാവിങ്കലേക്ക് ഭയം കൂടാതെ ധൈര്യത്തോടെ അടുത്തു ചെല്ലുവാനുള്ള അവകാശമുണ്ട്. കാരണം നാം മക്കളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന പൗലോസ് എഫേസോസിലെ വിശ്വാസികൾ പൗലോസ് പറയുന്നു, എഫേസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി താൻ സഹിക്കുന്ന കഷ്ടങ്ങൾ, ആ കഷ്ടങ്ങൾ അവരെ അധൈര്യപ്പെട്ടു പോകരുതെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ അധൈര്യപ്പെട്ടു പോകരുതെന്ന് പറയുന്നത്? താൻ കഴിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അവരുടെ മഹത്വത്തിന് കാരണമായി തീരുന്നു എന്ന് നമ്മൾ കണ്ടു. അതെങ്ങനെയാണ് മഹത്വത്തിന് കാരണമായി തീർന്നത്? സുവിശേഷ വേല എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. അനേകം കഷ്ടങ്ങളിലൂടെ കടന്നുപോയാണ് അന്നത്തെ കാലത്ത് പൗലോസും കൂടെ ഉള്ളവരും അന്ന് ശുശ്രൂഷ ചെയ്തിരുന്നവരൊക്കെ, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തവരെന്നൊക്കെ ശുശ്രൂഷ ദൈവത്തിന്റെ വചനം അറിയിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവര് കഷ്ടം സഹിച്ചത് മൂലം അനേകരെ മഹത്വത്തിലേക്ക് നയിക്കുവാനായിട്ട് കാരണമായി തീർന്നു. പൗലോസ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിമിത്തം നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ താൻ റോമയിലെ കാരാഗൃഹത്തിൽ ബദ്ധനായിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി നിന്നത് കൊണ്ട് താൻ ബദ്ധനായിരിക്കുകയാണ്. അതുകൊണ്ട് കാരാഗൃഹത്തിൽ ഇരുന്നാണ് താൻ ഈ ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് എന്റെ കഷ്ടങ്ങളിലൊന്നും നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്, അത് നിങ്ങളുടെ മഹത്വത്തിന് കാരണമാണ് എന്ന് പറഞ്ഞു. 14-ാമത്തെ വാക്യം മുതൽ നാം കാണുന്നു, പൗലോസ് എഫെസോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായിരിക്കുന്ന പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പം പിതാവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. 16 മുതൽ ഉള്ളത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഉള്ളടക്കമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, അവർ ആത്മീകമായി ബലപ്പെടണം. എഫെസോസിലെ വിശ്വാസികൾ ആത്മീകമായി ബലപ്പെടണം. ആത്മീകമായി ബലപ്പെടണം എന്ന് പറയുമ്പോൾ അവരുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം എന്ന് പറയുന്നു. ഇപ്പം നമ്മുടെ പഴയ പുറത്തെ മനുഷ്യനല്ല, പുതുക്കം പ്രാപിച്ച പഴയ മനുഷ്യൻ, ക്രിസ്തുവിലെ പുതിയ സൃഷ്ടി ശക്തിയോടെ ബലപ്പെടണമെന്ന് പറയുന്നു. അത് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നത്? ദൈവവചനം നാം ചിട്ടയായി പഠിക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം, അതിനനുസരിച്ചുള്ള ഒരു ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ നാം പ്രകടമാക്കുകയും ചെയ്യണം. നമുക്ക് വചനം കേൾക്കണം, ആത്മാവിനെ സബ്മിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിത ശൈലിയാക്കി നാം മാറ്റുകയും വേണം. ചിട്ടയായ ദൈവപഠനവും ദൈവത്തിന്റെ ആത്മാവിൽ നാം സബ്മിറ്റ് ചെയ്യുന്നത് മൂലമാണ് നമ്മുടെ ജീവിതം ആ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് ആയത്. അങ്ങനെയാണ് നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടുന്നത്. അപ്പം നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടുന്നത് ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലുമാണ് അകത്ത മനുഷ്യൻ ബലപ്പെടുന്നത്. നമുക്ക് ആ പ്രാർത്ഥന ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 3:16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന്
എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം ഇതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഓരോ അപേക്ഷയും കഴിയുന്നതോറും അത് പ്രോഗ്രസീവ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് അവരുടെ അകത്ത മനുഷ്യൻ അവർ ആത്മീകമായി ബലപ്പെടണം. ഭൗതികമായ ഒരു കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല. അവിടെ പറയുന്നുണ്ട്, നമ്മൾ നോക്കുമ്പോൾ അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം, റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണമാണ്. അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ധനത്തിൽ നിന്നല്ല ദൈവം തരുന്നത്, ധനത്തിന് ഒത്തവണ്ണമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സമ്പന്നനായ ഒരു മനുഷ്യന്റെ അടുത്ത് നമ്മൾ പോയി കുറച്ച് പൈസ ആവശ്യപ്പെടുക, എന്തെങ്കിലും ഇച്ചിരി പണം ആവശ്യപ്പെടുമ്പോൾ ആ മനുഷ്യൻ എത്ര വലിയ തുകയാണെങ്കിലും നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ പോയി ചോദിക്കും അല്ലെ. അങ്ങനെ ചോദിക്കുമ്പോൾ അവര് വലിയ തുകയാണെങ്കിൽ നമുക്ക് തരുമെങ്കിലും നമ്മൾ ചോദിച്ചതിനനുസരിച്ച് ധനത്തിനനുസരിച്ചല്ല തരുന്നത്, നമ്മൾ ചോദിക്കുന്നതാ തരുന്നത്. പക്ഷെ ആ ധനത്തിന് ഒത്തവണ്ണം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിനായിരിക്കും. അപ്പൊ ധനത്തിൽ നിന്ന് ആ മനുഷ്യൻ നമുക്ക് തരിക അല്ലെ. നമ്മൾ കുറച്ച് പൈസ പോയി ചോദിക്കുമ്പോൾ അവർ നമുക്ക് തരുമെങ്കിലും അത് ധനത്തിൽ നിന്നാ തരുന്നത്, ധനത്തിന് ഒത്തവണ്ണമല്ല തരുന്നത് അല്ലേ. പക്ഷെ നമ്മള് ചില കാര്യങ്ങളൊക്കെ പറയുകയാണ്, മക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ധനത്തിന് ഒത്തവണ്ണമാണ് കൊടുക്കുന്നത്, ധനത്തിൽ നിന്ന് നമ്മൾ കുറച്ചല്ല കൊടുക്കുന്നതല്ലേ. എക്സാമ്പിൾ നമ്മൾ അബ്രഹാമിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിൽ ഓടി വന്ന അബ്രഹാമിന്റെ കാര്യത്തിൽ പറയുമ്പോഴേ ഇസഹാക്കിന് അബ്രഹാം തന്റെ ആ അവകാശങ്ങളൊക്കെ കൊടുത്തെങ്കിലും ഖെതൂരുടെ മക്കൾക്ക് എങ്ങനെയാ കൊടുത്തത്? ആ ദാനമാ കൊടുത്തല്ലേ. അപ്പൊ ഇവിടെ പറയുമ്പോൾ ദൈവം നമ്മൾ ചോദിക്കുന്നതൊക്കെ തരും, പക്ഷെ തന്റെ ധനത്തിന് ഒത്തവണ്ണമാ തരുന്നത് അല്ലെ. ആ ധനത്തിന് ഒത്തവണ്ണം സഹായിക്കാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു, ദൈവത്തിന്റെ അപ്രമേയ ധനം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. എത്ര വലിയ ധനമാ നിത്യനായ ദൈവത്തിന്റെ ആ ഭണ്ഡാരത്തിലെ ആ ധനത്തിന് ഒത്തവണ്ണമാണ് ദൈവം നമുക്ക് തരുന്നത്. അപ്പൊ നാം എത്ര ചോദിക്കുന്നു അത്രത്തോളം തരുവാൻ ദൈവത്തിന് കഴിവുണ്ട്, ദൈവം ശക്തനാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിട്ടുപോയ കാര്യമായിരുന്നു. ദൈവം നമുക്ക് തരുന്ന ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണമാണ്. അപ്പൊ നമുക്കറിയാം, നാം ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ പറയുമ്പോ അത്രത്തോളം തരുമാൻ ദൈവത്തിന് കഴിയും. ഇവിടെ മഹത്വത്തിന്റെ ധനമാണ് പറയുന്നത്, ഭൗതികമായ ധനത്തെ കുറിച്ചല്ല പറയുന്നത്. ഭൗതികമായും ദൈവം പരാശക്തനാണ്. നമ്മളിപ്പോ ഇവിടുത്തെ ചോദ്യം എന്തുവാ? നമ്മുടെ പ്രാർത്ഥന എന്താ? ആത്മീക വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെ. നമ്മളെ തേജസ്സിലേക്ക് നയിക്കാൻ വേണ്ടി, പുത്രന്റെ അനുരൂപതയിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അല്ലെ. അങ്ങനെ വരുമ്പോ ദൈവം തന്നെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം തരുവാൻ. നമ്മുടെ ഈ തേജസ്സൊക്കെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഉണ്ട് അല്ലെ. ദൈവം തേജസ്സോടുകൂടെ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിലും ആ പാപം ചെയ്തതുപോലെ ഈ തേജസ് എല്ലാം മാറിപ്പോയി അല്ലെ. അങ്ങനെ വരുമ്പോ ആ തേജസ്സിലേക്ക് നമ്മെ നയിക്കുന്നതിന് വേണ്ടി, നാം ദൈവരാജ്യത്തിൽ നക്ഷത്രങ്ങളെ പോലെ വെളിപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് ദൈവം നല്ല മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണമാണ് ദൈവം തരുന്നത്. ഒരു വ്യക്തിക്ക് ആ ധനത്തിൽ നിന്നല്ല ദൈവം തരുന്നത്, ധനത്തിന് ഒത്തവണ്ണമാണ് ദൈവം തരുന്നത്. അപ്പം നമ്മള് റോമലേഖനം 10:12 നമ്മളെ എടുക്കണ്ട, വായിക്കുന്നുണ്ട്. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, നമ്മളോട് ചോദിക്കുന്ന എല്ലാവർക്കും എന്താ കൊടുക്കാൻ? നമ്മൾ സമ്പന്നനല്ല. പക്ഷെ ഇവിടെ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ എത്ര, നമ്മൾ 5, 6, 10 പേർക്ക് കൊടുക്കുന്നിരിക്കും അല്ലേ ഓരോരുത്തരും. പക്ഷെ ദൈവം ഈ ലോകത്തിലുള്ള ആര് ചോദിച്ചാലും തന്റെ മക്കൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം സമ്പന്നനാണ്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അപ്പം ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരും. പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് കൂടുതൽ തരേണ്ടത്. ഇവിടെ ഇരുന്ന് നമ്മളെ ഗുണദോഷിക്കുന്ന, നമ്മെ പുത്രന്റെ അനുരൂപതയിലേക്ക് നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ
എത്ര അധികം തരും. നമ്മൾ പരിശുദ്ധാത്മാവ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത് ഈ ലോകത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനല്ല. ഈ ലോകത്തിൽ ജീവിക്കാൻ നാം ദൈവത്തിന്റെ മക്കളായി ജീവിക്കുന്നതിനോടൊപ്പം തന്നെ ആ ലോകത്തിലേക്ക്, വരുവാനുള്ള ലോകത്തിലേക്ക് പുത്രന്റെ സ്വരൂപത്തിൽ നാം ആയിത്തീരാനാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി എത്ര നമ്മൾ വർദ്ധിക്കുന്നോ അത്രത്തോളം നാം പുത്രന്റെ അനുരൂപത്തിലേക്ക് നയിക്കും. അപ്പൊ ഓരോ ദിവസവും നാം ദൈവത്തോട് ചോദിക്കേണ്ടത്, പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ തരുന്ന ദൈവത്തിനോട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നിറപോളം തരുവാനാണ്. നമ്മൾ കൃപമേൽ കൃപ പ്രാപിക്കണം. നമ്മൾ അത് ഓരോ ദിവസവും പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 6:38 ഇങ്ങനെ പറയുന്നു, അമർത്തി കുലുക്കി കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നമുക്ക് എത്രത്തോളം നാം ചോദിക്കുന്നുവോ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, ധനത്തിൽ നിന്നല്ല ധനത്തിനൊത്തവണ്ണം നൽകുവാൻ ദൈവം ശക്തനാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രാർത്ഥനയിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രാർത്ഥന നമ്മൾ ഒന്നാമത്തെ അപേക്ഷ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ആദ്യത്തെ അപേക്ഷ എന്തായിരുന്നു? അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ നാം ദൈവത്തിന്റെ വചനം ദിവസേന പഠിക്കണം, ഗ്രഹിക്കണം, ധ്യാനിക്കണം. പഠിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തി. ആത്മാവിന് നാം പൂർണ്ണമായും കീഴടങ്ങി ഇരിക്കണം. എന്നാൽ മാത്രമേ നമ്മളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടത്തുള്ളൂ. പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ശക്തി പ്രാപിക്കുന്നു എന്ന് പറയുന്നത്. നമ്മളെ തീമോഥെയോസിന്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചു, അറിയുക, പഠിക്കുക, നിശ്ചയം പ്രാപിക്കുക, ഉറച്ചു നിൽക്കുക എന്ന്. അപ്പൊ നമ്മൾ അറിഞ്ഞത് പഠിക്കണം, പഠിച്ചത് നാം നിശ്ചയം പ്രാപിക്കണം, ഉറച്ചു നിൽക്കണം. എന്നാൽ മാത്രമേ ആത്മീകമായ ശാക്തീകരണം സാധ്യമാകുകയുള്ളൂ. രണ്ടാമത്തെ അപേക്ഷയിലേക്ക് പോകാം. രണ്ടാമത്തെ അപേക്ഷ എന്താണ്? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ആത്മാവിന്റെ വർധനയാൽ ഉണ്ടാകുന്ന കാര്യമാണ് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അപ്പൊ നമുക്കറിയാം, വീണ്ടും ജനനത്തിന്റെ സമയത്തെ ദൈവം നമ്മിൽ പരിശുദ്ധാത്മാവിനെ തരുന്നുണ്ട്, അല്ലെ? പക്ഷേ ഞാൻ പറഞ്ഞായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കണം. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ദൈവം നമ്മിൽ വസിക്കുന്നു. വസിക്കുക എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം എന്ന് വായിക്കാം. എങ്കിലും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പം പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുകയും നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഞാൻ ഒന്ന് വിട്ടുപോയി. നമ്മള് ആ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നമുക്ക് ദൈവം തരുന്നത് തന്റെ ആത്മാവിനാലാണ്. കാരണം നമുക്ക് ദൈവം തരുവാനുള്ള മീൻസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിലാണ്. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്നാൽ ദൈവം നമുക്കോ തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു നമ്മൾ 1-ാം അധ്യായത്തിൽ പഠിക്കുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിലാലാണ് സകലവും ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു കാര്യങ്ങളെയും മനസ്സിലാക്കുവാനായിട്ട് പറ്റുകയില്ല. ഞാൻ പറയുന്നത് പോലെ മിക്കവാറും പറയാറുണ്ട്, ഈ ബൈബിൾ എന്ന് പറയുന്നത് വെള്ള പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് എഴുതിയിരിക്കുന്നത്. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ
മാത്രമേ അത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അല്ലെങ്കിൽ ലോകത്തിലെ മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ വെറുതെ വായിച്ചു വിടാമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ആത്മാവിനാൽ അല്ലാതെ ദൈവത്തിന്റെ ഒരു കാര്യങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മൾ വർദ്ധിക്കുക, നമ്മൾ അളവ് കൂടാതെ ദൈവം നമുക്ക് തരുന്നു, ചോദിക്കുന്നു, നനയ്ക്കുന്നു, അത്യന്തപരമായി നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നതിന് ഈ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആത്മാവിന്റെ അളവ് വർദ്ധിക്കുന്നതനുസരിച്ച് നാം ദൈവത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാക്കും. അപ്പൊ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നു, ദൈവം നമുക്ക് തരുന്നത് ദൈവത്തിന്റെ ആത്മാവിനാലാണ്. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ അപേക്ഷയിലേക്ക് വരെ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. യോഹന്നാൻ 14:23 ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ 14:23, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. അപ്പൊ ഇവിടെ പറഞ്ഞ ഞങ്ങൾ അവനോടുകൂടെ വാസം ചെയ്യും. നമ്മൾ പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവമാണ് നമ്മൾ വാസം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ്. നമുക്ക് ദൈവത്തെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒക്കെയില്ല. നമുക്ക് 3 വ്യക്തിത്വം ഉണ്ടെങ്കിലും ദൈവത്തെ നമുക്ക് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. കൊലോസ്യ ലേഖനം ഇങ്ങനെ പറയുന്നുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് വസിക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കേണ്ട, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളത്. അപ്പൊ ഈ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ താമസിക്കുക എന്നാണ്. കാരണം ഒരു ഭവനത്തിൽ നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലൊക്കെ എത്ര പേര് താമസിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു കുടുംബത്തിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മള് പോയി വന്നു പോകുന്ന അതിഥികളാണ്, വന്നും പോയും ഇരിക്കുന്നത്. കുടുംബത്തിലുള്ളവർ വസിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഓരോ കുടുംബത്തിലുള്ളവരും പല നിലകളിലുള്ളവരുണ്ട് അല്ലേ. അപ്പൊ ചിലവര് കുടുംബത്തിലെ അംഗങ്ങളായി തന്നെ ഇരിക്കും, ചിലവര് അവിടെ ഉണ്ട് പക്ഷെ അവര് അവിടെ സ്ട്രേഞ്ചേഴ്സാ അല്ലേ. അങ്ങനെയുള്ളത് കൊണ്ട്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളില്ല, വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ഇരിക്കുവാനായിട്ടും കഴിയും. അപ്പം വസിക്കുക എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ കുടുംബത്തിലെ എല്ലാ മുക്കിലും മൂലയിലും കയറുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നമ്മുടെ ബെഡ്റൂമിൽ കയറി നമ്മൾ എന്തെങ്കിലും പറയാം, അവർക്ക് ചോദിക്കാൻ പറയൊന്നും വേണ്ട അല്ലേ, അവർക്ക് നമ്മുടെ ബെഡ്റൂമിൽ കയറി വരാനായിട്ട് അല്ലേ. അപ്പൊ അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചോദിക്കണം അങ്ങോട്ട് കയറി വരണം. നമ്മുടെ ഒന്നും വീടുകളിൽ എനിക്കറിയാം നമുക്കൊന്നും അങ്ങോട്ട് കയറി വരേണ്ട ചോദിക്കേണ്ട ആവശ്യങ്ങളില്ലെന്നറിയാം അല്ലേ. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മുടെ റൂമിലേക്കോ നമുക്ക് അവരുടെ റൂമിലേക്കോ, പക്ഷെ ഇപ്പൊ നമുക്കറിയാം മീറ്റിങ്ങുകളൊക്കെ ഉള്ളപ്പോൾ കുഞ്ഞുങ്ങളുടെ റൂമിലേക്ക് നമുക്ക് അങ്ങനെ കയറി പോകാനൊക്കത്തില്ല. അല്ലാത്ത സമയത്ത് അവർ മീറ്റിങ്ങിലാണെങ്കിൽ നമുക്ക് കയറാനൊക്കത്തില്ല. പക്ഷെ അല്ലാത്ത സമയത്ത് ഏത് സമയത്തും അവരുടെ റൂമിൽ നമുക്ക് കയറുകയും ചെയ്യാം, നമ്മളുടെ റൂമിൽ അവർക്ക് കയറുവാനുമുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ നാം ക്രിസ്തു നമ്മൾ വസിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മൂലകളിലും എല്ലാ ഭാഗങ്ങളിലും ക്രിസ്തുവിനെ കയറ്റുവാൻ നമ്മൾ അവകാശം കൊടുത്തിട്ടുണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ. കാരണം ചില സ്ഥലങ്ങൾ നമ്മൾ ഇപ്പോഴും മറച്ചു വെച്ചിരിക്കുകയാണ്. പ്രത്യേകം നാം പറയുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തിന് കയറി വരുവാൻ അവകാശമുണ്ടോ? നമ്മൾ നാം സെലക്റ്റീവ് ആയിരിക്കണം. നാം കാണുന്ന സ്ഥലത്ത് കർത്താവിന് നമ്മോട് കൂടെ ഇരുന്ന് കാണുവാനായിട്ട് നമ്മൾ അവസരം കൊടുക്കാറുണ്ടോ? നമ്മൾ പോകുന്ന ഇടങ്ങളിൽ കർത്താവിന് നമ്മളുടെ കൂടെ വരാമോ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ കർത്താവിന് ഇരിക്കാൻ ഒക്കുമോ? അങ്ങനെ നമ്മളുടെ ഓരോ പ്രവൃത്തിയിലും, ഈവൻ ചിന്തയിൽ പോലും നാം വിശുദ്ധരായിരിക്കണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരാ, നമുക്ക് ജഡികമായ ചിന്തകൾ വരാം. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സകല സങ്കല്പങ്ങളെയും ക്രിസ്തുവിനോടുള്ള, ഞങ്ങളുടെ വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ പിടിച്ചടക്കി
ചിന്തകൾ വരുമ്പോൾ അതിനെ മുളയിലേ നാം നുള്ളിക്കളയണം. കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. അപ്പൊ നമ്മളുടെ ഹൃദയത്തിന്റെ ഓരോ മൂലയിലും ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് അവകാശമുണ്ടോ, സ്വാതന്ത്ര്യമുണ്ടോ? നാം അതിന് അവകാശം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്രിസ്തുവിന്റെ കർത്തൃത്വം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, നാം സൺഡേ പള്ളിയിൽ പോകുമ്പോഴല്ല, നാം ബൈബിൾ സ്റ്റഡിക്ക് മാത്രം ഇരിക്കുമ്പോഴല്ല, നാം പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദൈനംദിനമായ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ക്രിസ്തുവിന് നമ്മൾ പ്രവർത്തിക്കുവാൻ നാം അവകാശം കൊടുത്തിട്ടുണ്ടോ, സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ? ദൈവം നമ്മള് മറ്റുള്ള വിളിക്കാതെ ദൈവം നമ്മുടെ അകത്ത് വന്നിരിക്കത്തില്ല. നമ്മൾ അവസരം കൊടുക്കാത്ത ഓരോ സ്ഥലങ്ങളിലും ദൈവം പ്രവർത്തിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ദൈവത്തിന് ഇരിപ്പാൻ നാം അവസരം കൊടുത്താൽ മാത്രമേ ദൈവം അവിടെ ഇരിക്കത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്. അശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ ദൈവം ഇരിക്കുകയില്ല. അത് നാം നിശ്ചയമായി അറിഞ്ഞിരിക്കണം. നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും രൂപാന്തരപ്പെടുത്തി ഓരോ ദിവസവും ജീവിച്ചാൽ മാത്രമേ നമ്മൾക്ക് ദൈവത്തിന് നമ്മിൽ വസിക്കുവാനുള്ള അവകാശമുണ്ട്. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മൾ പോകുന്ന ഇടത്തെ എല്ലാ സ്ഥലത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന് ഇരിക്കുവാൻ, നമ്മോട് കൂടെ വരുവാനായിട്ട് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കണം. അത് അങ്ങനെയാണ്. അങ്ങനെയായാൽ മാത്രമേ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുള്ളൂ. നമ്മളൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ബഥാനിയയിലെ ലാസറിന്റെ കുടുംബത്തിലെ ഏത് സമയത്തും ദൈവത്തിന് കയറി ചെല്ലുവാനുള്ള, കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കയറി ചെല്ലുവാനുള്ള അവകാശമുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ വചനത്തിൽ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ ഏതെങ്കിലും രാജാക്കന്മാരുടെയോ മഹാപുരോഹിതന്മാരുടെയോ വലിയ വലിയ ആൾക്കാരുടെയോ വീട്ടിൽ കർത്താവ് പോയതായിട്ട്? അവകാശമില്ലായിരുന്നു. ആ പാപികളുടെയും അതുപോലെ തന്നെ ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയൊക്കെ വീട്ടിലാ ദൈവം പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് മാത്രമേ കർത്താവിന് സ്വാതന്ത്ര്യം കൊടുത്തുള്ളൂ. അപ്പൊ നാം കൊടുക്കുന്നത് പോലെയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിന് നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. നാം ദൈവത്തിന്റെ മക്കളാണ്. ഒരു വീട്ടിൽ താമസിക്കുന്ന അപ്പനും അമ്മയ്ക്കും മക്കളുമായി ബന്ധമുള്ളതുപോലെ, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ഒക്കുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ മക്കളാകൊണ്ട് ആ കാര്യത്തിൽ ദൈവത്തിന് അനുവാദം കൊടുക്കണം. അനുവാദമില്ലാത്ത ഒരു സ്ഥലത്തോട്ടും കർത്താവ് കടന്നു വരികയില്ല. മേക്ക് എ പെർമനന്റ് ഹോം ഫോർ ജീസസ്. അപ്പം കർത്താവ് ഒരു സ്ട്രേഞ്ചർ ആയിട്ടോ അതിഥിയായിട്ടോ നമ്മളിൽ വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇനി നമ്മളിവിടെ പഠിച്ച ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയം, അപ്പം വസിക്കണമെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും ദൈവം വസിക്കണം. സ്ട്രേഞ്ചർ ആയിട്ട് വന്നും പോയും ഇരിക്കുകയല്ല ചെയ്യുന്നത്, സ്ഥിരമായിട്ട് വസിക്കണം. ഓക്കെ, നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നമുക്കറിയാം, വിശ്വാസികൾ തന്നെ സ്മോക്ക് ഷോപ്പ് നടത്തുന്നവരുണ്ട് അല്ലേ? വിശ്വാസികൾ എന്ന് പേരുള്ളവരെങ്കിലും. അപ്പൊ നമ്മുടെ ബിസിനസ് കാര്യങ്ങളാണ്, നമ്മുടെ ജോലി കാര്യങ്ങളാണ്, എല്ലാ കാര്യങ്ങളും, നമ്മളുടെ എല്ലാ മേഖലകളിലും ക്രിസ്തുവിനെ നമ്മൾ വസിക്കുവാനായിട്ട് നമ്മളെ അവകാശവും സ്വാതന്ത്ര്യവും കൊടുക്കണം. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ക്രിസ്തു വിശ്വാസത്താലാണ് നമ്മുടെ ഹൃദയങ്ങൾ വസിക്കുന്നത്. അപ്പം ക്രിസ്തു വസിക്കുന്നതിന്റെ സന്തോഷം നാം അനുഭവിക്കുന്നത് വിശ്വാസത്താലാണ്. അപ്പൊ ക്രിസ്തു വസിക്കുന്ന ഉള്ളിലുള്ള ഒരു വ്യക്തിക്ക് അത് വിശ്വാസത്താൽ അറിയുവാനും അനുഭവിക്കുവാനും കഴിയും. അപ്പൊ ആ ക്രിസ്തു എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ നമുക്കറിയാം ക്രിസ്തു നമ്മളുണ്ട് എന്നുള്ള കാര്യം അല്ലെ? ആ ഒരു വലിയ സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അത് വിശ്വാസമില്ലാത്തവർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവില്ലാത്തവർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ആ എന്താ പറയുന്ന ശക്തികൾ ജീവിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവിന് തന്നെ കീഴടക്കി ജീവിക്കുന്നവർക്ക് അത് വിശ്വാസത്താൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ക്രിസ്തു നമ്മൾ വസിക്കുന്നത് മനസ്സിലാകുന്നത് നമ്മള് പരിശുദ്ധാത്മാവിലാണ്, നാം വിശ്വാസത്താലാണത് മനസ്സിലാക്കുന്നത്. അപ്പം ക്രിസ്തുവിലുള്ള തുടർമാനമായ ആശ്രയത്തിലൂടെയും പൂർണ്ണമായ സമർപ്പണത്തിലൂടെയും നമുക്ക്
നമ്മുടെ അനുഭവത്തിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് നമുക്കറിയാം. നമ്മുടെ ചെറിയ ജീവിതത്തിന്റെ ഏതു ചെറിയ ആവശ്യങ്ങളിലും, എത്ര ഭയകരമായ ആവശ്യങ്ങളിലും ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ കാര്യം അന്നേരം സാധിച്ചു തന്നില്ല എങ്കിലും ആ ഒരു സമാധാനം നമുക്ക് അനുഭവിപ്പാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനത്താലോ നാം ദൈവം ബലപ്പെടുത്തുന്നതായി നമുക്കറിയാം അല്ലെ. നമ്മൾ താണു വീണു പോകാതെ, ആ നിലംപരിചായി പോകാതെ നമ്മെ നടത്തുവാൻ ദൈവം എപ്പോഴും നമ്മോട് കൂടെ. പൗലോസ് പറയുന്നു, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല, ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോയിന്നില്ല എന്ന് പറയുന്നുണ്ടല്ലേ. അങ്ങനെയുള്ള സംഭവങ്ങളിൽ പോലും നശിച്ചു പോകാതെ, ദുഃഖിച്ചു പോകാതെ, ലജ്ജിച്ചു പോകാതെ ദൈവം ഇപ്പോഴും നമ്മെ നടത്തുന്നത് ദൈവത്തിൽ നമ്മളുള്ള വസിക്കുന്നത് കൊണ്ടാണ്. അത് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാനും അത് മനസ്സിലാക്കുവാനായിട്ടും കഴിയും. ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ വചനമുണ്ട്, നിങ്ങൾക്ക് മുട്ടുകളുണ്ട്, അതിനെ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ട്, എന്തിനു വേണ്ടിയിട്ടാ? വായിക്കാനും പഠിക്കാനും. നിങ്ങൾക്ക് മുട്ടുകളുണ്ട്, എന്തോത്തിനാ? പ്രാർത്ഥിക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുക. വേറെ എങ്ങും പോയി നിങ്ങൾ അത് വാങ്ങിച്ചോണ്ട് വരാനൊന്നും ഒക്കത്തില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളെ നാം ഉപയോഗിക്കുക. ദൈവം നമ്മൾ വസിക്കുവാനായിട്ട്. നമ്മൾ വചനം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. നാം വെറുതെ വായിച്ചിട്ടൊന്നും കാര്യമില്ല. വായിക്കുന്നത് ഗ്രഹിക്കുക, പഠിക്കുക, ഉറച്ചു നിൽക്കുക, അല്ലെ? അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞാൽ നാം ദൈവത്തെ അനുസരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ നാം വായിച്ചു കേട്ട് മനസ്സിലാക്കി പോകുന്നതേ ഉള്ളൂ. വായിച്ചു കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നാം പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയാൽ മാത്രമേ നാം ദൈവത്തെ അനുസരിക്കാനായിട്ടൊക്കെ തുടങ്ങും. നാം കേൾക്കുന്ന വചനങ്ങൾ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറയുമ്പോൾ നാം പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയിരിക്കുക, അനുസരിക്കുക എന്നതാണ്. അല്ല, ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, എനിക്ക് പഠിപ്പിക്കാനും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും അല്ല ബൈബിൾ വചനം തന്നേക്കുന്നത്. എനിക്കും പഠിക്കണം, എനിക്കും പ്രവർത്തിക്കണം, നിങ്ങൾക്കും പഠിക്കണം, നിങ്ങൾക്കും പ്രവർത്തിക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിക്കുന്നത് നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പം ഈ വിശ്വാസം എന്ന് പറയുന്ന വർദ്ധിച്ചു വരുന്നതാണ്. അപ്പൊ ക്രിസ്തു നമ്മൾ വസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരും. ഒരു കുഞ്ഞ് ഒരു പിതാവിനെയോ മാതാവിനെയോ ആശ്രയിക്കുന്നത് പോലെ, എത്രത്തോളം അവരെ ആശ്രയിക്കും, അതുപോലെ നമ്മൾ ക്രിസ്തുവിൽ ആശ്രയിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ആശ്രയം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും നാം പണ്ട് ക്രിസ്തുവിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ചതുപോലെയാണോ നാം ഇപ്പോൾ ആശ്രയിക്കുന്നത്? അല്ല, പൂർണ്ണമായും ദൈവത്തെ വിശ്വസിക്കാനായിട്ട് കഴിയണം. ചെറുതിലും വലുതിലും ചെറിയ കാര്യങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ, നമുക്ക് പനി വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് ക്യാൻസർ വന്നാലും സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിക്കാൻ കഴിയണം. കാരണം ചെറുതിലും വലുതിലും ഒരുപോലെ നാം ദൈവത്തിൽ ആശ്രയം. പൗലോസ് പറയുന്നു, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിപ്പാൻ കഴിയുന്ന ക്രിസ്തുവിൽ തന്നെ ആശ്രയിക്കാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. എങ്കിലും ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്ന് ഞങ്ങളെ ദൈവം വിടുവിച്ചു, ഇനിയും വിടുവിക്കും. അവൻ പൂർണ്ണമായും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നു. അപ്പൊ ഓരോ ദിവസവും പൗലോസ് ഓടിപ്പോയി ഒരു ദിവസം കർത്താവിനെ പൂർണ്ണമായി വിശ്വസിച്ചല്ല, ഓരോ ദിവസങ്ങളിലും വിശ്വാസം വർദ്ധിച്ചു വരുന്ന ലുസ്ത്രയിൽ ഞാൻ വായിച്ചൊരു ഭാഗമാണ്. ലുസ്ത്രയില് മരിച്ചു എന്ന് തോന്നിയ സമയത്ത് അവര് പട്ടണത്തിൽ നിന്ന് പുറത്താക്കി വലിച്ചു കൊണ്ടുപോയി. മരിച്ചു കഴിഞ്ഞ തന്നെ ഉയർപ്പിച്ച ഒരു ദൈവം അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് സ്ഥലത്തും തന്നെ നിർത്തുവാൻ ശക്തനായ ദൈവമാണെന്ന് പൗലോസിനും വിശ്വസിക്കാനായിട്ട് കഴിയും. നമ്മൾ പഠിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ദൈവം നമ്മെ ട്രയൽസിലൂടെ കടത്തിവിടും. ആ ട്രയൽസിൽ ഓരോ നാളും നാം അത് മുമ്പോട്ട് പോകുമ്പോൾ
ആ മുമ്പോട്ട് പോകുന്ന എങ്ങനെയാ? നാം പഠിച്ച ദൈവത്തിൽ വിശ്വസിക്കാൻ, നാം പുസ്തകത്തിൽ കണ്ട ദൈവത്തെ ജീവിതത്തിൽ അനുഭവമാക്കാൻ കഴിയണ ആ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുമ്പോഴാണ് നാം ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുന്നത്. ഓരോ 1-ാം ക്ലാസ്സിലെ പുസ്തകമല്ല 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 1-ാം ക്ലാസ്സിൽ പഠിക്കാത്ത കുഞ്ഞിന് 2-ാം ക്ലാസ്സിൽ പോയി പഠിക്കാനായിട്ട് ഒക്കത്തില്ല. അതുകൊണ്ട് 1-ാം ക്ലാസ്സിൽ പരീക്ഷ പാസ്സായാൽ മാത്രമേ 2-ാം ക്ലാസ്സിലെ പരീക്ഷ നമുക്ക് പാസ്സാകാൻ ഒക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഓരോ സമയത്തും ദൈവം ഇങ്ങനെ നമ്മെ ട്രയൽസിലൂടെ കടത്തിവിട്ട് നാം ദൈവത്തിൽ വിശ്വാസത്തിൽ വർദ്ധിക്കാനായിട്ട് ഇടയായി തരും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ 2 കാര്യങ്ങളാണ് കർത്താവിനോട് ചോദിച്ചത്. ഒന്നെന്തുവാ? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. രണ്ടാമത്തത് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമുള്ള 2 കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, വക്രതയും കോട്ടവുമുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അനേക ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷികളാകപ്പെടുന്നവര്, കാരണം ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവരെ, നിന്ന് സഹിക്കുന്നുണ്ട്, ബുദ്ധിമുട്ട് സഹിക്കുന്ന ആ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഉറച്ചു നിൽക്കണമെങ്കിൽ പ്രാർത്ഥനയും വിശ്വാസവും നമുക്ക് വേണം. വിശ്വാസം നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലാണ്. മറ്റുള്ളവർ സാക്ഷ്യം പറഞ്ഞെങ്കിലൊന്നും നമുക്ക് വിശ്വാസം വരത്തില്ല. ദൈവത്തിന്റെ വചനത്താലാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൽ നാം വചനത്തിൽ, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തെ നമ്മള് ആത്മാവിൽ അറിയണം. ആ അറിഞ്ഞ ദൈവത്തെ നാം ജീവിതത്തിലൂടെ അനുഭവമാക്കണം. വിശ്വാസം എന്ന് പറയുന്നത് ആശ്രയവും അത് അനുഭവത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അനുഭവം ഇല്ലെങ്കിൽ നമുക്ക് എത്ര വിശ്വാസം വർദ്ധിക്കും? നമ്മുടെ വിശ്വാസം വർദ്ധിക്കത്തേയില്ല. നമ്മളെ ഒരു മുറിയിൽ അടച്ചിട്ട് കഴിഞ്ഞാലേ, നമ്മൾ ഒരു മുറിയിൽ തന്നെ കുത്തിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കത്തില്ല. പക്ഷെ നാം ഈ ലോകത്തിലേക്ക് കടക്കുമ്പോൾ, ഈ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നമ്മൾ അനന്യരായി പരമാർത്ഥികളായി ദൈവത്തിന് നിഷ്കളങ്ക മക്കളായി നടക്കണമെങ്കിൽ എത്രത്തോളം നാം മറ്റുള്ളതിനോട്, ലോകത്തിനോട് നോ പറയേണ്ടി വരും. അങ്ങനെ നാം പറയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. നാം ഈ ലോകത്തിന് അനുരൂപമായി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം 0 ആയിരിക്കും. നാം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് കഴിയും. ഈ ലോകത്തിന് അനുരൂപമല്ലാതെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നാം ഓരോ കടമ്പകളും കടന്നാൽ മാത്രമേ നമ്മുടെ വിശ്വാസം വർദ്ധിക്ക് വരുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ക്രിസ്തുവിൽ വസിക്കുന്നവരുടെ പ്രത്യേകത അത് വിശ്വാസത്താലാണ് നാം അറിയുന്നത്. അവർ സമാധാനമുള്ളവരായിരിക്കും, അവർ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും, അവർ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും. ആത്മാവിന്റെ ഫലം എന്തൊക്കെയാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദൈവപരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഇതൊക്കെയും നമ്മൾ പ്രതിഫലിപ്പാനായിട്ട് കാരണമാകും. കാരണം കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ, എന്നിൽ വസിക്കുന്നവർ ഫലം കായ്ക്കും. എങ്ങനെയുള്ള ഫലമാ കായ്ക്കുന്നത്? നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാനായിട്ട് ഇടയാക്കുന്നു. കാരണം നമ്മള് ആത്മാവിന്റെ ഫലം നിലനിൽക്കുന്ന, ഒരു ദിവസത്തേക്ക് സന്തോഷം വന്ന് സമാധാനം വന്ന് പിറ്റേ ദിവസം അത് ഇല്ലാതാകുന്നതല്ല. ആത്മാവിന്റെ ഫലം അതെന്തേക്കും നിലനിൽക്കുന്നത്, അത് പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരുന്നതാണ്. അപ്പൊ നാം ഇന്ദ്രിയജയം പ്രാപിക്കണം, എല്ലാം നാം പ്രാപിക്കണം. അത് എങ്ങനെയാണ് പ്രാപിക്കുന്നത്? വിശ്വാസത്താൽ. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ, ക്രിസ്തു വസിക്കുക എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം നമ്മൾ വസിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്താലാണ് നാം ദൈവത്തെ കൂടുതലായി അറിയുന്നത്. ദൈവത്തിന്റെ വചനത്താലാണ് നാം വിശ്വാസത്തിൽ ഉറയ്ക്കുന്നത്, വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പം ഫലം കായ്ക്കണം, അനേകർക്ക് വേണ്ടി ഫലം കായ്ക്കുന്നവരുണ്ടായി തീരണം. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവിടുകയും നിങ്ങൾക്ക് വേണ്ടി ചെലവായി പോവുകയും ചെയ്യുമെന്ന് പറയുന്ന പോലെ, നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവിടുകയും, ക്രിസ്തുവിന് വേണ്ടി ചെലവിടുമായിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടിയും ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യണം. അതാണ് ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നതിന്റെ അടയാളം എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഉള്ളിൽ വസിക്കണം. ഇനി അടുത്ത അപേക്ഷയിലേക്ക് പോകാം. 3-ാമത്തെ അപേക്ഷ. അപ്പം ക്രിസ്തുവില് നമ്മൾ ആത്മീയമായി വർദ്ധിക്കുന്നു, അകത്ത മനുഷ്യൻ ബലപ്പെടുന്നു, ക്രിസ്തു നമ്മൾ വസിക്കുന്നു. ആ വാസം മൂലം ഒരു വിശ്വാസി സ്നേഹത്തിൽ വേരൂന്നു. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. അതാണ് അടുത്ത അപേക്ഷ എന്ന് പറയുന്നത്. അപ്പം ക്രിസ്തു നമ്മിൽ നാം ആത്മാവിൽ ബലപ്പെടുമ്പോൾ ക്രിസ്തു നമ്മിൽ വസിക്കും. ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ നാം
സ്നേഹത്തിൽ വേരൂന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം നമ്മൾ ഉള്ളിൽ നിറയുമ്പോൾ നാം സ്നേഹത്തിൽ വേരൂന്നിയായി തീരുന്നു. അപ്പം വേരൂന്നപ്പെടുന്നു. ഇവിടെ പറയുന്ന 2 പദമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ലവ്. അപ്പൊ നാം വേരൂന്നി അടിസ്ഥാനപ്പെടണം. ഇവിടെ 2 മെറ്റഫറ പൗലോസ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഒരു വൃക്ഷത്തിന്റെയും അതുപോലെ തന്നെ ഒരു കെട്ടിടത്തിന്റെയും. നമുക്കറിയാം ഒരു വൃക്ഷം നല്ലവണ്ണം ഫലം കായ്ക്കണമെങ്കിലും അതുപോലെ എന്നേക്കും നിലനിൽക്കുന്നെങ്കിലും അത് ഡീപ്പ് റൂട്ടഡ് ആയിരിക്കണം. നല്ല ആഴമുള്ള വേര് ആഴത്തിൽ പോകുന്ന എന്താ പറയുന്ന വൃക്ഷമാണ് നന്നായി വളരുന്നതും അതുപോലെ ഫലം കായ്ക്കുന്ന വൃക്ഷമാണെങ്കിൽ അത് നന്നായി ഫലം കായ്ക്കുകയും ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഡീപ്പ് റൂട്ടഡ് അല്ലെന്നുണ്ടെങ്കിൽ അത് ഓരോ ചെറിയ കാറ്റ് വരുമ്പോഴും അത് നിലംപരിചായമായി പോവാനായിട്ട് ഇടയായത്. അതുപോലെ നമുക്കറിയാം പാറമേൽ അടിസ്ഥാനപ്പെട്ട ആ ഒരു കെട്ടിടമുണ്ടല്ലോ, അടിസ്ഥാനത്തിൽ പാറയിൽ അടിസ്ഥാനപ്പെട്ട് പണിത് അത് സ്ട്രോങ്ങർ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ സ്നേഹത്തിൽ വേരൂന്നി എന്ന് പറയുമ്പോൾ നാം ഡീപ്പ് റൂട്ടഡ് ആയിരിക്കണം, അതുപോലെ സ്ട്രോങ്ങർ ആയിരിക്കണം. ഒരു പാറയിൽ അടിസ്ഥാനം ഉണ്ടാക്കുന്നത് വീട് പണിയുന്നത് പോലെയും ആ ആഴമുള്ള വേരുള്ള വൃക്ഷം വളരുന്നത് പോലെയും നമ്മുടെ ജീവിതമായിരിക്കണം. അവിടെ പറയുന്ന സ്നേഹത്തിൽ വേരൂന്നി. അപ്പൊ സ്നേഹമെന്ന മണ്ണിൽ മേലാണ് നാം വളരുകേണ്ടത്. ആ സ്നേഹത്തിലാണ് നാം വർദ്ധിച്ചു വരേണ്ടത്. അപ്പം നമുക്കറിയാം ആ സ്നേഹത്തിൽ വേരൂന്നതിന്റെ ഫലം നമുക്ക് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയുള്ള സ്നേഹമായിരിക്കും അത്? ദൈവത്തോട് മാത്രമുള്ള സ്നേഹമല്ല, അത് മനുഷ്യരോടും ഉള്ള സ്നേഹമാണ്. നാം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു വരുമ്പോൾ, ആ സ്നേഹത്തിൽ വേരൂന്നുമ്പോൾ നമ്മളുടെ സഹജീവികളോടും നാം സ്നേഹിക്കുന്നവരായിരിക്കും. 1 കൊരിന്ത്യർ 13-4 മുതലുള്ള വാക്യങ്ങൾ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും, ദീർഘമായി ക്ഷമിക്കണം. എല്ലാവരോടും ക്ഷമിക്കാനായിട്ട് കഴിയണം. നമ്മുടെ ശത്രുക്കളെയും സ്നേഹിക്കാൻ കഴിയുന്ന സ്നേഹമാണ്. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാൻ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. നാം എല്ലാം പൊറുക്കുന്നവരാണോ? കുറച്ചൊക്കെ പൊറുക്കുന്നവരാ അല്ലേ? എല്ലാം വിശ്വസിക്കുന്നു. ചിലപ്പോ എല്ലാം വിശ്വസിച്ചെന്ന് വരും, പക്ഷെ സത്യമായതൊക്കെ വിശ്വസിക്കണം. എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. അപ്പൊ സ്നേഹത്തിൽ ഡീപ്പ് റൂട്ടഡ് ആയിരിക്കണം എന്നാ. സ്നേഹമെന്ന മണ്ണിന്മേലാണ് നാം വേരൂന്നി വളരേണ്ടത്. വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നാം തീരണം. അപ്പൊ നമ്മളുടെ എല്ലാ വഴികളിലും, ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, എല്ലാ പ്രവൃത്തികളിലും, എല്ലാ കാര്യങ്ങളിലും നാം ഡീപ്പ് റൂട്ടഡ് ആയിരിക്കണം. സ്നേഹത്തിൽ നാം വേരൂന്നി അടിസ്ഥാനപ്പെടണം. അപ്പൊ ക്രിസ്തു നമ്മിൽ നിറയുകയാണെങ്കിൽ നാം ഡീപ്പ് റൂട്ടഡ് ആയി തീരും. നാം ക്രിസ്തുവിൽ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് ഡീപ്പ് റൂട്ടഡ് ആയി തീരുവാനായിട്ട് കഴിയത്തുള്ളൂ. എഫേസ്യർ 4:15-16 വാക്യങ്ങൾ. എഫേസ്യർ 4:15-16 വാക്യങ്ങൾ. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാ. സത്യം സംസാരിച്ചാൽ മാത്രം പോരാ, സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. ആക്രോശിച്ചുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണ ഉദവി ലഭിപ്പാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിനുമുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ ക്രിസ്തുവിൽ നിന്നാണ് നാം വളർച്ച പ്രാപിക്കുന്നത്. അത് സ്നേഹത്തിലുള്ള സ്നേഹത്തിലുള്ള വർധനയ്ക്ക് അവനിൽ നിന്ന്. അപ്പൊ ക്രിസ്തുവിൽ ഡീപ്പ് റൂട്ടഡ് ആയാൽ മാത്രമേ നമുക്ക് സ്നേഹത്തിലുള്ള വളർച്ച പ്രാപിക്കാനായിട്ട് ഒക്കുകയുള്ളൂ. നാം എല്ലാവരോടും സ്നേഹം പ്രാപിക്കണം. അപ്പം നമ്മുടെ സ്നേഹം വേരൂന്നണം, വളർച്ച പ്രാപിക്കണം, ഡീപ്പ് റൂട്ടഡ് ആയിരിക്കണം. ക്രിസ്തുവിൽ നാം ഡീപ്പ് റൂട്ടഡ് ആയി നാം പാറയായ ക്രിസ്തുവിൽ നാം ഡീപ്പ് റൂട്ടഡ് ആയി തീരണം. ഇനി നമുക്ക് 18-ാം വാക്യത്തിലേക്ക് പോകാം. 18-ാം വാക്യം. സ്നേഹത്തിൽ വേരൂന്നിട്ട് നാം എന്തായി തീരണം? വീതിയും നീളവും ആഴവും ഉയരവും, വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിക്കണം. അപ്പം
സ്നേഹത്തിൽ വേരൂന്നിയ പോരാ, വീതിയും നീളവും ആഴവും ഉയരവും എന്ന് സകല വിഷ്പന്മാരോടും കൂടെ ഗ്രഹിക്കണം. സ്നേഹത്തിന്റെ ആഴം നാം ഗ്രഹിക്കണം, ഉയരം ഗ്രഹിക്കണം, വീതി ഗ്രഹിക്കണം. നമുക്കിതൊന്നും അറിയത്തില്ലല്ലേ, വീതി എന്തെന്നും നീളം എന്തെന്നും ഉയരം എന്തെന്നും ആഴം ഒന്നും അറിയത്തില്ല, നമുക്കത് ഗ്രഹിക്കണം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ തന്റെ ഫുൾനെസ്സിൽ അറിയാനായിട്ട് ശ്രമിക്കണം. നമുക്കറിയാം, ദൈവത്തെ തന്റെ ഫുൾനെസ്സിൽ നമുക്ക് ഒരിക്കലും അറിയുവാനായിട്ട് കഴിയുകയില്ല. കുറച്ച് നേടാൻ കഴിയുമായിരിക്കാം. നമ്മള് ഒരു വലിയ സമുദ്രത്തിന്റെ ശരിയായ ആഴം നമുക്ക് അളക്കുവാനായിട്ട് മനുഷ്യ ബുദ്ധി കൊണ്ടും ചില അവര് ഉള്ള അളവ് കൊണ്ടൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കാം. അവര് ഉദ്ദേശം പറയുന്നല്ലാതെ വലിയൊരു സമുദ്രത്തിന്റെ ആഴം ആർക്കും മനസ്സിലാകാനില്ല. ഇപ്പൊ ഞാൻ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത്, കുരുടന്മാരായ കുറെ മനുഷ്യരെ ഒരാനയെ കൊണ്ട് കാണിച്ചു. അപ്പൊ ഒരാൾ അതിന്റെ വാലയെ പിടിച്ചു, ഒരാൾ അതിന്റെ ചെവിയല പിടിച്ചു, ഒരാൾ അതിന്റെ പുറത്ത് പിടിച്ചു. അപ്പം അവർക്ക് കാണാൻ പറ്റത്തില്ലെങ്കിൽ അവർ ഓരോ സ്ഥലത്ത് പിടിച്ചു വെച്ച് ആനയെ കുറിച്ച് അവരുടെ മൊത്തമായ ഒരു കാരണം എന്താ, ആന മുറം പോലെ ഇരിക്കുന്നുണ്ട്, ആന തുമ്പിക്കൈ പോലെ ഇരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാ പറഞ്ഞല്ലേ. അതുപോലൊക്കെ തന്നെയാ നമ്മളും ദൈവത്തെ പൂർണ്ണമായി നാം മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ നാം സ്നേഹത്തിൽ വേരൂന്നി വളർന്നു കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ വളർന്നു കഴിഞ്ഞാൽ ദൈവത്തെ നമുക്ക് പരിജ്ഞാനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. ഓരോ ദിവസവും നമുക്ക് നിത്യതയോളം നമുക്ക് ക്രിസ്തു ദൈവത്തെ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും കുറേശ്ശെയായി ദൈവം നമുക്ക് തന്നെ മനസ്സിലാക്കി തരും. അപ്പം ഈ സ്നേഹത്തിൽ വേരൂന്നി നീതിയും വീതിയും നീളവും ഉയരവും ആഴവും എന്നു മനസ്സിലാക്കുന്ന അനേകം വിശദീകരണങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട് കഴിയും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വിശദീകരണം പറയുന്നത്, വീതി എന്ന് പറയുന്നത് ലോകത്തെ മുഴുവനായും ലോകത്തിലുള്ള സകല മനുഷ്യരിലേക്കും കടന്നു ചെല്ലുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. ലോകത്തെ മുഴുവനായും ലോകത്തിലെ സകല മനുഷ്യരിലേക്കും കടന്നു ചെല്ലുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. അപ്പം ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവനും തന്നെ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3:16 എങ്ങനെയാ പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കുറച്ചുപേരെ അല്ലല്ലോ, ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ഇതുവരെ ജീവിച്ചിരുന്നവരെയും ഇപ്പോൾ ജീവിക്കുന്നവരെ ഇനി ജീവിക്കാനുള്ളവരെയും അറിയുന്നതാണ് ദൈവത്തിന്റെ വീതി. മുഴുവൻ ലോകത്തെയും ആ സകലരെയും തേടി ചെല്ലുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. നമുക്ക് കുറച്ചുപേരെ മാത്രമേ നമുക്ക് അറിയുവാൻ കഴിയത്തുള്ളൂ, അതിൽ കുറച്ചുപേരെ മാത്രമേ നാം സ്നേഹിക്കുന്നുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്ന ഈ ലോകത്തെ മുഴുവനും, ലോകത്തുള്ള ഇതുവരെ ജീവിച്ചതും ഇപ്പോൾ ജീവിക്കുന്നതും ഇനിയും ജനിക്കുവാനിരിക്കുന്നവരെയും നിത്യത മുതൽ നിത്യത വരെയുള്ള എല്ലാ മനുഷ്യരെയും തേടി ചെല്ലുന്നതാണ് ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ വീതി എന്ന് പറയുന്നത്. ഇനി നീളം, അത് നിത്യത മുതൽ നിത്യത വരെയാണ്. നമ്മള് 1 Corinthians 3:13-8 പറയുന്നുണ്ട്, ഒരു നാള് മുതിർന്നു പോകയില്ല. ലോകത്തിലെ ആ പൂർവകാല നിത്യത മുതൽ കാലം തുടങ്ങി അന്ത്യകാല നിത്യത വരെ തേടി ചെല്ലുന്നതാണ് ദൈവത്തിന്റെ ദൈവസ്നേഹത്തിന്റെ നീളം എന്ന് പറയുന്നത്. ഇനി ആഴമെന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന വാക്യം ഫിലിപ്പിയർ 2:8, ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഏതു പാപിയെയും രക്ഷിക്കാൻ ആഴത്തോളം ആ ദൈവരൂപത്തിൽ ഇരുന്നവനായ കർത്താവ് ഭൂമിയിൽ വന്ന് മനുഷ്യനായി നമുക്ക് വേണ്ടി തന്നെത്താൻ ഒഴിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശില മരണത്തോളം അനുസരണമായി തീർന്ന, അപ്പം ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ദൈവത്തിന്റെ സ്നേഹം. അപ്പം ക്രൂശില മരണത്തോളം ഉണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമെന്ന് പറയുന്നത്. തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന് ഇഷ്ടം തോന്നി ആ ഒരു വലിയ സ്നേഹം. ഇനി ഉയരമെന്ന് പറയുന്നത് സ്വർഗത്തോളം എത്തുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. പാപിയായ
ഒരു മനുഷ്യനെ സ്വർഗത്തോളം കൊണ്ടെത്തിക്കുന്നതാണ് ദൈവത്തിന്റെ സ്നേഹമെന്ന് പറയുന്നത്. കാൺമീൻ നാൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ഇത്ര വലിയൊരു ഭാഗ്യം, വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ആ ആഴം വീതി എന്ന് പറയുന്നത് ജോൺ 3:16, നീളം എന്ന് പറയുന്ന 1 Corinthians 13:8, ആഴം എന്ന് പറയുന്ന ഫിലിപ്പിയ ലേഖനം 2:8, ഉയരമെന്ന് പറയുന്ന 1 John 3:1. അത്രത്തോളമാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും ഉയരവും എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരിലേക്കും എത്തുന്ന ദൈവത്തിന്റെ സ്നേഹം. ഓക്കെ, ഇനി നമുക്ക് എഫേസ്യ ലേഖനത്തിന്റെ സാക്ഷ്യത്തിൽ അല്ലെങ്കിൽ എഫേസ്യ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വീതിയെയും നീളത്തെയും ഉയരത്തെയും ആഴത്തെയും നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, വാക്യങ്ങൾ എഫേസ്യ ലേഖനം 2:11 മുതൽ 18 വരെ വായിക്കുന്നില്ല. അവിടെ പറയുന്നത് ദൈവത്തിന്റെ കൃപയാൽ യഹൂദന്മാരെയും യവനന്മാരെയും ദൈവത്തോട് നിരപ്പിച്ചു. അതുപോലെ തന്നെ രണ്ട് പശ്ചാത്തലത്തിലെ രണ്ട് അറ്റത്തായിരുന്ന ഒരിക്കലും ചേർച്ചയില്ലാത്ത ഈ ലോകത്തിൽ രണ്ടുപേര് മാത്രമേ, ഒന്ന് യഹൂദൻ അല്ലെങ്കിൽ ജാതി, അങ്ങനെ മാത്രമേ ഉള്ളൂ അല്ലെ. രണ്ട് ജാതികൾ മാത്രമേ ഉള്ളൂ, രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, ഒന്ന് യഹൂദനും ജാതിയും. അവർ തമ്മിൽ ഒരിക്കലും ബന്ധമില്ലായിരുന്നു. അങ്ങനെയുള്ളവരെ അവരോട് നിരപ്പിക്കുകയും തമ്മിൽ നിരപ്പിക്കുകയും ആ ഇരുപക്ഷത്തെയും ദൈവത്തോട് നിരപ്പിക്കുകയും ചെയ്തു. അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വീതി എന്ന് പറയുന്നത്. നീളം 1:4, നിത്യത മുതൽ നിത്യത വരെ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. 2:7 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അത്രത്തോളം നിത്യത മുതൽ നിത്യത വരെ. ആഴമെന്ന് പറയുന്നത് 2:1 മുതൽ 3 വരെ. എഫേസ്യർ 2:1 മുതൽ 3 വരെ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു ജനതയെ തേടി വരുന്ന ദൈവത്തിന്റെ സ്നേഹം അവരെ സ്വർഗത്തോളം ഉയർത്തി പുത്രന്റെ സാദൃശ്യത്തിലാക്കി തീർക്കുന്ന ദൈവം സ്നേഹം. ഉയരം അത് തന്നെയാണ്. 2:6, ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്ന. അപ്പം ആഴമെന്ന് പറയുന്ന ആ പാപികളായിരുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അവർക്ക് വേണ്ടി ജീവൻ കഴിച്ച ദൈവം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മെ, അല്ലെ, അങ്ങനെയല്ലേ നാം അവിടെ വായിക്കുന്നത്. ആ പാപത്തിന്റെ കുഴിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇപ്പോഴും നമ്മുടെ എല്ലാ കുഴികളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മളുടെ ദുഃഖത്തിന്റെ അവസ്ഥയിൽ, നമ്മളുടെ വേദനകളുടെ അവസ്ഥയിൽ, നമ്മുടെ കഷ്ടപ്പാടുകളുടെ അവസ്ഥയിൽ, നമ്മളുടെ പ്രതികൂലങ്ങളുടെ അവസ്ഥയിൽ, മരണത്തിന്റെ അവസ്ഥയിൽ പോലും ഇറങ്ങി വരുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞ. ഒരു മനുഷ്യനും ഇറങ്ങി വരുവാൻ കഴിയാത്തടത്ത് ദൈവത്തിന് ഇറങ്ങി വരുവാൻ കഴിയും. അപ്പം ആലോചിച്ച് നോക്കേ, നാം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വീതി, നീളം, ആഴം എന്നിവയുടെ അല്ലെ ദൈവത്തിൽ നാം സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ആഴവും ഉയരവും എന്നെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കണം, അല്ലെ. അങ്ങനെയല്ലേ അവിടെ പറയുന്നത്. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്ന ഏതു മനുഷ്യനെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. ഇവിടെ പറയാം, ഏതു മനുഷ്യനെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വീതി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നീളമെന്ന് പറയുന്നത് നിത്യത മുതൽ നിത്യത വരെ നീളുന്നതാണ്. ദൈവത്തിന്റെ ഏത് മഹാപാപിയെയും തേടി ചെല്ലുവാൻ കഴിയുന്നത് ആഴമുള്ളതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. നമ്മെ സ്വർഗത്തോളം എത്തിക്കുവാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നു, നാം സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ആഴവും ഉയരമെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ നാം ഗ്രഹിക്കണം. ഒരാളല്ല, എല്ലാവരും ദൈവത്തിന്റെ ആ സ്നേഹത്തെ അറിയണം, അനുഭവിക്കണം. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കൂട്ടായ്മ പ്രാപിക്കണം. എല്ലാ വിശുദ്ധന്മാരും ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. ആ സ്നേഹത്തിൽ നാം വേരൂന്നി ഡീപ്പ് റൂട്ടഡ് ആയിട്ട്, ആ സ്ട്രോങ്ങർ ആയിട്ട്, അതുപോലെ അടിസ്ഥാനപ്പെട്ടവരായി നാം ആകണം.
നാം ഡീപ്പറും സ്ട്രോങ്ങറുമായി തീരണം. അതാണ് അവിടെ പറയുന്നത്. അപ്പം ആ സ്നേഹത്തിൽ വേരൂന്നി വീതിയും നീളവും ആഴവും ഇന്നതെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ നാം ഗ്രഹിക്കണം. ആദ്യം എന്തുവായിരുന്നു നമ്മൾ പറഞ്ഞത്? അകത്ത മനുഷ്യൻ ബലപ്പെടണം. അകത്ത മനുഷ്യൻ ബലപ്പെട്ടിട്ട് ക്രിസ്തു സ്നേഹത്തിൽ നിങ്ങളുടെ ഉള്ളിൽ, വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി തീരണം. എന്നിട്ട് വീതിയും നീളവും ആഴവും ഇന്നതെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ നാം ഗ്രഹിക്കണം. ഇനി അടുത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് 3:19 പ്രാർത്ഥന. ഓക്കെ, നമുക്ക് പോകാം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറയുകയും ചെയ്യണം. അപ്പം പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. ആ സ്നേഹത്തെ അറിയണമെങ്കിൽ ഓരോ ദിവസവും നമ്മൾ സ്നേഹം വർദ്ധിക്കുകയും വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്ന ആശ്രയത്തിലൂടെയാണ് നമ്മുടെ സ്നേഹവും വിശ്വാസവും വർദ്ധിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. നാം ഓരോ ദിവസവും ക്രിസ്തുവിനെ, ഈ ലോകത്തിലെ മനുഷ്യരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറെ കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ആ സ്നേഹം വെച്ചിരുന്ന് കുറഞ്ഞു പോകും. പക്ഷെ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ സ്നേഹത്തിന്റെ അളവ് കൂടിയാണ് വരുന്നത്. അപ്പൊ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹത്തിന്, കാരണം നമ്മുടെ ആ പരിജ്ഞാനത്തിൽ കഴിയുന്ന, നമ്മള് ഇവിടെ ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നില്ലേ, നാം ചോദിക്കുന്ന സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്നൊക്കെ പറയാം. അപ്പൊ സകല ബുദ്ധിയെയും കവിയുന്ന ആ നാം പരിജ്ഞാനത്തിൽ അധികമായ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തെ അറിയണം. നമ്മുടെ പരിജ്ഞാനത്തിൽ കവിയുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ അറിയണം. തീരങ്ങളില്ലാത്ത കടല് പോലെ കിടക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ നാം അറിയുവാനായിട്ട് കഴിയണം. കാരണം ദൈവം തന്നെ അനന്തമാണ്, നിത്യനാണ്. ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ദൈവം നമുക്ക് കുറേശ്ശിയായി മനസ്സിലാക്കി തരാം. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, നിത്യതയോളം നാം ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി മനസ്സിലാക്കി. നമുക്കറിയാം, നമുക്ക് മോശയെ കുറിച്ച് പറയുമ്പോഴേ, മോശ ദൈവത്തോട് കൂടെ ഇരുന്ന, അല്ലേ, നമ്മള് പറയുമ്പോൾ 40 രാവും 40 2 പ്രാവശ്യം 80 ദിവസം രാവും പകലും മോശയോട് കൂടെ ദൈവത്തോട് കൂടെ ഇരുന്ന മോശ എങ്ങനെയാ പറയുന്നത്? കർത്താവേ, നിന്നെ ഞാൻ കൂടുതൽ അറിയണമെന്നല്ലേ. അപ്പം ദൈവത്തെ അറിയുന്നവരിനി കൂടുതൽ അറിഞ്ഞുകൊണ്ടേ ഇരിക്കണം. നമുക്ക് പണ്ട് ദൈവത്തെ അറിയുന്നത് പോലാണോ നമ്മളിപ്പോ ഓരോ ദിവസവും ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ അറിയണേ? നമുക്ക് ആഗ്രഹം വർദ്ധിച്ചു വരിക, അല്ലെ? ദൈവവചനം കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹം നമ്മൾ വർദ്ധിച്ചു വരികയാണ്. ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുന്ന കൂടുതൽ നമുക്ക് ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ദൈവവചനം പഠിക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവിൽ സബ്മിറ്റ് ചെയ്യുമ്പോഴും നാം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ കവിയുന്ന ആ സ്നേഹത്തെ നമ്മൾ അറിയുവാൻ പ്രാപ്തരാകുകയാണ് ചെയ്യുന്നത്. ആ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ നാം അറിയുവാൻ പ്രാപ്തരാകണം. നാം വർദ്ധിച്ചു വരണം. താഴോട്ടല്ല വരേണ്ടത്. അപ്പൊ നാം വർദ്ധിച്ചു വരണം. നമ്മൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ എന്താ പറയുന്നത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, നമുക്ക് ക്രിസ്തുവിന്റെ ആ സ്നേഹം ഏറ്റവും വലിയ പ്രകടമാകുന്ന കാൽവറി ക്രൂശിലാണ്, അല്ലെ? നമ്മെ സ്നേഹിക്കുവാൻ തക്കവണ്ണം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ നമ്മെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി തന്റെ ജീവനെ തരുവാൻ കഴിഞ്ഞ ആ വലിയ സാക്രിഫിഷ്യൽ ലവ് ആണ്. ആ സ്നേഹത്തെ നാം അറിയണം. ഇനി നമ്മൾ അടുത്തത്, ദൈവത്തിന്റെ എല്ലാ നിറവിനോടും കൂടെ നിറഞ്ഞു വരണം. അപ്പൊ അടുത്ത അപേക്ഷ, ദൈവത്തിന്റെ എല്ലാ നിറവിനോടും കൂടെ നിറഞ്ഞു വരണം. അപ്പൊ നിറഞ്ഞു വരിക എന്ന് പറയുമ്പോൾ എന്തിൽ നിറയണം? ദൈവത്തിൽ നിറയണം. നാം ഒരു വെള്ളത്തിൽ കൊണ്ട് നിറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴാണ് വെള്ളത്തിൽ നാം നിറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഒരു സാധനം ഒരു വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ്ലി നിറയുന്നത്. അപ്പം നമ്മളും ക്രിസ്തുവിൽ നിറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തു മാത്രമായിരിക്കണം. നമ്മളുടെ എല്ലാ സ്ഥലത്തും ക്രിസ്തു തന്നെ ആയിരിക്കണം. പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു എന്നിൽ നിറയണമെന്നല്ലേ. ക്രിസ്തു അല്ലാതെ വേറൊന്നും എനിക്കില്ല, അല്ലെ? ക്രിസ്തുവിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം, ക്രിസ്തു നിറയണം, ക്രിസ്തുവിനെ അല്ലാതെ ഒന്നുമില്ല. അത് അങ്ങനെ ഒരവസ്ഥയിലേക്ക് നാം ആയിത്തീരണം. ക്രിസ്തുവിനാൽ നാം നിറയപ്പെടണം. അപ്പം ദൈവാത്മാവിൽ നാം നിറയപ്പെടണം, നാം ക്രിസ്തുവിൽ നിറയപ്പെടണം. കൊലോസ്യ ലേഖനം, അപ്പം നമ്മള്
അതിനു മുമ്പ് തന്നെ റോമലേഖനം 5:5 നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വാക്യമാണ്, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിനാൽ നാം നിറയണം, നാം ക്രിസ്തുവിൽ നിറയണം. ക്രിസ്തുവിൽ നിറയുക എന്ന് പറയുമ്പോൾ നാം വചനത്തിൽ നിറയുക എന്നാണ് അർത്ഥം കേട്ടോ. നമ്മൾ ക്രിസ്തുവിൽ നിറയുക എന്ന് പറയുമ്പോൾ വചനത്തിൽ നിറയുക. ക്രിസ്തു അങ്ങനെയാണ് നമ്മളിൽ വാസം ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ വചനം നമ്മൾ വസിക്കുമ്പോഴാണ് ക്രിസ്തു നമ്മൾ വാസം ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊലോസ്യ ലേഖനം 2:9-10 വായിക്കുന്നുണ്ട്, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പം ആ ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അങ്ങനെ ദൈവത്തിൽ നിറയണമെന്ന് പറയുമ്പോൾ നാം ദൈവത്തിൽ നിറയണം, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ നാം നിറയണം. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുക. അപ്പം ദൈവത്തിൽ നാം നിറയണം. അപ്പൊ നമുക്കറിയാം, ഞാൻ മുമ്പേ പറഞ്ഞ വാക്യമായിരുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളത് വലിയൊരു മർമ്മമാണെന്ന് പറഞ്ഞു. അത് ഈ ലോകത്തിലെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതാണ്. നമുക്കറിയാം, ലോകത്തിന്റെ സൃഷ്ടിതാവായ ദൈവം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നത് സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ വയ്യാത്ത കാര്യം. അത് പരിശുദ്ധാത്മാവിലാണ് നാം അറിയുന്നത്. രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ, പുതിയ സൃഷ്ടിയായവർക്ക് മാത്രമേ അത് അനുഭവിപ്പാനും അത് അറിയാനും മറ്റുള്ളവർ പറയുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നാം പറയുന്നത് ഭ്രാന്താണെന്ന് പറയും. ദൈവം നമ്മുടെ ഉള്ളിൽ എങ്ങനെയാ വസിക്കുന്നത്? ചിലർ പറയുന്നുണ്ട് ഈ ഭൂതത്തിൽ മുല്ല ചരാചരങ്ങളിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളിൽ വസിക്കുന്നു പറയണമെന്നെങ്കിൽ അത് വസിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് നോക്കാം, നമ്മൾ ഫിലിപ്പിയ ലേഖനം 2:6 പറഞ്ഞു, അവൻ ദൈവരൂപത്തിൽ, വായിക്കണ്ട, എടുക്കുന്നില്ല, അവൻ ദൈവരൂപത്തിലിരിക്കെ. അങ്ങനെ ദൈവരൂപത്തിലിരുന്ന ഒരു ദൈവമായിരുന്നവൻ നമ്മൾ നോക്കിയേ, മറിയയുടെ ഉദരത്തിലേക്ക് ഒരു ശിശുവായി ജനിക്കപ്പെട്ടു. അത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണോ? ആ മറിയയുടെ ഉദരത്തിലേക്ക് ഒരു ശിശുവായി ജനിക്കപ്പെട്ടു, ഒരു ഭ്രൂണമായി വന്നു വളർത്തപ്പെട്ടു. അങ്ങനെയുള്ള ദൈവമായിരുന്നവൻ ആ തന്നെത്താൻ താഴ്ത്തി ഒരു കുഞ്ഞു ശിശുവായി ഈ ലോകത്തിലെ മറിയയുടെ ഉദരത്തിലേക്ക് വരുവാൻ കഴിഞ്ഞവൻ നമ്മളിലേക്കും നമ്മളുടെ ഉള്ളിലും വസിക്കുന്നു. അപ്പൊ നാം പുതിയ സൃഷ്ടിയാകുമ്പോൾ നമ്മിൽ ക്രിസ്തു വാസം ചെയ്യുന്നു. അപ്പം അത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്നതല്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തോന്നില്ല. ദൈവത്തിന്റെ ആത്മാവിനാലാണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ നമുക്ക് പകരക്കാരനായി മരിച്ചു, നമ്മിൽ ക്രിസ്തു വസിക്കുന്നു. ഗലാത്യ ലേഖനം 3:27-28, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദന് യവനുമെന്നില്ല, ദാസന് സ്വതന്ത്രമൊന്നുമില്ല, ആണും പെണ്ണുമൊന്നുമില്ല, ഒരു വർണ്ണവർഗ വിവേചനങ്ങളുമില്ല. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എല്ലാവരിലും ക്രിസ്തു വന്ന് വാസം ചെയ്യുന്ന, മുമ്പേ പറഞ്ഞതുപോലെ നാം അനുവദിച്ചാൽ ക്രിസ്തു നമ്മിൽ വന്ന് വാസം ചെയ്യും. അപ്പൊ ക്രിസ്തു ഹൃദയത്തിൽ നമ്മൾ നിറയണം എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തുവിലെ എഫെസോസിലെ വിശുദ്ധന്മാർക്കുള്ള പൗലോസിന്റെ പ്രാർത്ഥന, ക്രിസ്തു അവരിൽ നിറയണം. അവരുടെ ഓരോ ശാസ്ത്രത്തിലും ക്രിസ്തു നിറയണം. ക്രിസ്തു മാത്രമായിരിക്കണം അവരുടെ ഹൃദയങ്ങൾ, അത് മാത്രമായിരിക്കണം അവിടെ. പൗലോസ് പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 2:2, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മാത്രമായിരിക്കണം നമ്മളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടത്. ക്രിസ്തു അല്ലാത്തതിനെ എല്ലാം നമ്മളുടെ ഹൃദയം നിന്ന് എടുത്തു മാറ്റണം. അപ്പം ദൈവവചനത്താൽ നിറയപ്പെട്ടാൽ മാത്രമേ ക്രിസ്തു പൂർണ്ണമായി, നമ്മുടെ വാക്കിൽ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം, നമ്മുടെ നടപ്പിൽ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നാം ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം, നമ്മുടെ കുടുംബത്തിൽ നാം ക്രിസ്തുവിനെ നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുക. പക്ഷെ അത് ഒരു ദിവസം കൊണ്ടുമാകുന്ന കാര്യമല്ല. ഇത് ദിവസേന ദൈവത്തിന്റെ വചനവും നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു മാത്രമായിട്ട് നമ്മുടെ ഓരോ ശ്വാസത്തിലും
ക്രിസ്തുവായി തീരണം. ക്രിസ്തുവല്ല നമ്മൾ ഒന്നും നിറയുവാനായിട്ട് ഇടയായി തീരരുത്. അപ്പൊ ക്രിസ്തു ഉള്ളിൽ നിറയണം. ക്രിസ്തു അല്ലാതെ മറ്റൊന്നും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുവാനായിട്ട് ഇടയില്ല. അപ്പൊ ഇതിലും വലിയ ഏറ്റവും വലിയ അപേക്ഷ ഞാൻ പറഞ്ഞില്ലേ, അത് പ്രോഗ്രസീവ് ആയുള്ള അകത്ത മനുഷ്യൻ ബലപ്പെടണം, ക്രിസ്തു വസിക്കണം, നിങ്ങളുടെ ഹൃദയം വേരൂന്നണം, എന്നിട്ട് ആ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം, എന്നിട്ട് എന്നാ ദൈവത്തിന്റെ എല്ലാ നിറവുകളും നിങ്ങൾ നിറഞ്ഞു. അതിന്റെ അപ്പുറത്ത് വേറെ ഒരു അപേക്ഷയില്ല. നമുക്ക് ഈ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചാൽ മതി എല്ലാ ദിവസവും. കാരണം ഇതിൽ കൂടുതൽ വലിയ അപേക്ഷയൊന്നുമില്ല. ബാക്കി നമ്മൾ ചോദിക്കുന്ന അത്യുന്നതപരമായി ദൈവം നമ്മൾ തരും. നമ്മൾ ആത്മീയ കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മുടെ ഭൗതിക കാര്യങ്ങളെല്ലാം ദൈവം നടക്കും. അപ്പൊ ഇത്രത്തോളം നാം വർദ്ധിച്ചു വന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു അവകാശമുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സാധിച്ചുകൊണ്ട് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. 2-3 വാക്യങ്ങൾ വായിച്ച് പെട്ടെന്ന് നമുക്ക് നിർത്താം. അപ്പം നമ്മുടെ ഉള്ളിൽ നിറയണം. ദൈവത്തെ പൂർണ്ണമായ അവസ്ഥയിൽ ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ഓരോ ദിവസവും നാം ചോദിക്കുന്നതനുസരിച്ച് ദൈവം തന്റെ മഹത്വത്തെ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ക്രിസ്തുവിലുള്ള വചനത്തിലുള്ള അറിവ് നമ്മളിൽ വളരുവാൻ കഴിയുന്നതനുസരിച്ച് ക്രിസ്തു നമ്മൾ നിറയുവാനായിട്ട് കഴിയും. എന്താ വചനം നമ്മൾ നിറയുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാം മാറിപ്പോലെ. വെളിച്ചമാകുന്ന വചനം നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ നമ്മൾ ഇരുണ്ടിന് യാതൊരു സ്ഥാനവും ഇല്ല. ഇത്രയൊക്കെ ഇരുളുണ്ടെങ്കിലും നിറയ്ക്കുന്നതിനനുസരിച്ച് ഇരുൾ നീങ്ങിപ്പോകും. ഇരുളിന് വെളിച്ചത്തിൽ ഒരു അവകാശവുമില്ല, അല്ലെ? ഇരുട്ടിന്റെ അവകാശം നമ്മെ വീണ്ടെടുത്ത് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തുള്ള അവകാശത്തിലാക്കി തീർത്ത ദൈവമാണ്. അപ്പൊ നമ്മുടെ പഴയ മനുഷ്യരിൽ ഇപ്പോഴും ഉരുളൊക്കെ കാണുമായിരിക്കും. പക്ഷെ വെളിച്ചം നമ്മളിലേക്ക്, വെളിച്ചം, ആ ദൈവവചനം, ക്രിസ്തുവാകുന്ന വചനം നമ്മളിലേക്ക് പോയി നമ്മൾ തിങ്ങുന്നതനുസരിച്ച് എത്രത്തോളം വചനം നിറയുമോ അത്രത്തോളം ഇരുള് നമ്മളെ കാണത്തില്ല. നമ്മൾ ഇരുള് മാറിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ക്രിസ്തു വെളിപ്പെടുവാനായിട്ട് ഇടയായി തരണം. പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. 2-3 മിനിറ്റ്. ഓക്കെ, 1 പത്രോസ് 1:15-16 വാക്യങ്ങൾ. 1 പത്രോസ് 1:15-16. നിങ്ങളെ വിളിച്ച വിശുദ്ധനെ ഉത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ചില നടപ്പിലല്ല, ചില കാര്യങ്ങളല്ല. നിങ്ങളെ വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എഴുതിയിരിക്കുന്നുവല്ലോ. 5:48. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവേൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ദൈവത്തിന്റെ സ്വഭാവമുള്ളവരവരുടെ പ്രത്യേകതയും കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. എവിടെ? എഫേസ്യ ലേഖനം 5:18-19-20. എല്ലാരും എടുത്തു. എഫേസ്യ ലേഖനം 5:18-19-20. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. വീഞ്ഞു കുടിച്ച് മത്തരാകുന്നതിന് എന്താണ്? വീഞ്ഞ് ഉള്ളിൽ ചെല്ലുമ്പോൾ വീഞ്ഞിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്, അല്ലേ? ഇവിടെ ആത്മാവിനാ നിറയണം. അപ്പൊ ആത്മാവിന്റെ സ്വഭാവം നമ്മൾ വെളിയിൽ കാണിക്കാനായിട്ട് ഇടയായിത്തീരും. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. അപ്പം ക്രിസ്തു നമ്മൾ നിറയണം. നാം ദൈവ സ്വഭാവമുള്ളവരായിരിക്കണം. നാം ചോദിച്ചാൽ മാത്രമേ ദൈവം നമുക്ക് തരിക. നമുക്ക് അടുത്ത വാക്യത്തിൽ 21 വാക്യത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. നാം ചോദിക്കുക, നാം ദൈവത്തോട് ചോദിച്ചാൽ മാത്രമേ ദൈവം നമുക്ക് തരത്തുള്ളൂ. ആ ഭൗതികമായ കാര്യങ്ങളൊക്കെ ദൈവം തരും. ആത്മീയമായ കാര്യങ്ങൾ നാം ചോദിക്കണം. കുഞ്ഞുങ്ങളെ പോലെ ചോദിക്കണം. ചോദിപ്പിനെന്താ നിങ്ങൾക്ക് ഇട്ട് അന്വേഷിക്കാൻ, നിങ്ങൾ യാചിപ്പിനെന്താ നിങ്ങൾക്ക് ഇട്ട് അന്വേഷിക്കുന്ന, കണ്ടെത്തും മുട്ടുവീന് നിങ്ങൾ തുറക്കപ്പെടും, യാചിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ എത്രത്തോളം കഴിയും. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നാം ദൈവത്തോട് ചോദിക്കുക, ആത്മീയമായി നാം വളരുക. അപ്പം പൗലോസിന്റെ പ്രാർത്ഥന പ്രോഗ്രസീവ് ആയിരുന്നു. അകത്ത മനുഷ്യൻ ബലപ്പെട്ടിട്ട് എന്തോ ചെയ്യണം? ക്രിസ്തു അവരുടെ ഉള്ളിൽ വസിക്കണം. അവർ സ്നേഹത്തിൽ വേരൂന്നണം. അടിസ്ഥാനപ്പെട്ട ഭീതിയും ഉയരവും ആഴവും എന്നതെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിക്കണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. ദൈവത്തിന്റെ എല്ലാ നിറവുകളോടും നിറഞ്ഞു വരണം. നമ്മുടെയും പ്രാർത്ഥന അങ്ങനെയായി തീരട്ടെ. ദൈവം നമ്മെ ഈ വചനങ്ങളിൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.